ഇന്നലെ വൈകിട്ട് നടക്കാൻ പോയിട്ട് വരുന്ന വഴിക്ക് കടയിൽ കപ്പ ഇരിക്കണ കണ്ടു. അപ്പോൾ കുറേ കാലമായി കപ്പ കഴിച്ചിട്ട്. അപ്പോൾ ഇവിടെ അടുത്തുള്ള കടയിലൊക്കെ കപ്പ അങ്ങനെയൊന്നും കാണാത്തതാണ്. അപ്പോൾ ഞാൻ കപ്പ വാങ്ങിച്ചിട്ട് വന്നു. അത് അപ്പം തന്നെ ഞാനത് കഴുകി ആ തൊലിയോട് കൂടി തന്നെ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ചു. അപ്പോൾ അത് നീലം പായാതിരിക്കാനാണ് കേട്ടോ. അപ്പോൾ നീലം പായ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തൊലി കളയുമ്പോൾ അതിന് നീല കളർ ഇങ്ങനെ ലൈനായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളത് കപ്പയാണെങ്കിൽ അത് കയ്പുണ്ടാവും. ഇന്ന് രാവിലെ എന്നിട്ട് ആ കഷ്ണങ്ങളൊക്കെ തൊലി കളഞ്ഞെടുത്ത് ഇതുപോലെ ചെറുതാക്കി നുറുക്കിയിട്ട് ഇതിൻ്റെ കട്ടൊന്ന് കളയുന്നതിന് വേണ്ടിയിട്ട് അതിന് കുറച്ച് വെള്ളമൊഴിച്ചൊന്ന് തിളപ്പിക്കാൻ വെച്ചു. പിന്നെ സ്റ്റൂലിക്ക് വേണ്ട ഒരു കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തു. 5-8 പച്ചമുളക് കീറി വെച്ചിട്ട് ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന കപ്പയിൽ നിന്ന് ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ആ കഷ്ണങ്ങളൊക്കെ കുക്കറിലിട്ടിട്ട് ഈ ഇഞ്ചിയും പച്ചമുളകും പിന്നെ ഒരു അര സവാളയും കൂടി ചേർത്തിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തു. അപ്പോൾ അത് നല്ലപോലെ വേവാൻ തന്നെ ഞാനൊരു 6 വിസിൽ കൊടുത്തിട്ട് വേവിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് അരച്ച് ചേർക്കാനുള്ള ഒരു മുറി നാളികേരത്തിൻ്റെ ഒരു പകുതി നല്ല പോലെ ഒന്ന് അരച്ചെടുത്തു. വെള്ളയപ്പത്തിൻ്റെ മാവ് ഞാൻ ഇന്ന് രാവിലെ അരച്ചതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇന്ന് രാവിലെ ഇതുപോലെ ഇങ്ങനെ മാവ് അരയ്ക്കാന്നുള്ളത് അറിയുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നാട്ടിൽ നിന്ന് ബാംഗ്ലൂർക്ക് ട്രെയിനിൽ വരുന്ന സമയത്ത് ഒരു ഫാമിലി ആയിട്ട് പരിചയപ്പെട്ടു. അപ്പോൾ അവർ ഇങ്ങനെ പറഞ്ഞു തന്നതാണ് കേട്ടോ എനിക്ക്. ഇതുപോലെ തലേ ദിവസം നമുക്ക് പച്ചരി വെള്ളത്തിലിട്ട് അതിൽ കുറച്ച് ചോറും നാളികേരവും ഈസ്റ്റൊക്കെ ചേർത്തിട്ട് തലേ ദിവസം വെച്ച് കഴിഞ്ഞ് രാവിലെ അരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം ഉണ്ടാക്കാന്നുള്ളത്. അപ്പോൾ ഞാൻ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. ശരിക്കും അവർ പറഞ്ഞ പോലെ തന്നെ വെള്ളയപ്പം നല്ല തിന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. വെള്ളയപ്പത്തിൻ്റെ മാവ് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ. നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കുറേ പേർക്കൊക്കെ ഇത് അറിയുന്നുണ്ടാവും. ഉണ്ടാക്കി നോക്കാത്തവർ ഇതുപോലെ രാവിലെ അരച്ചുണ്ടാക്കുന്ന ഈ മാവ് കൊണ്ടൊന്ന് വെള്ളയപ്പം ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമുക്ക് തലേ ദിവസം അരച്ച് വെച്ചിട്ട് നമ്മൾ വെള്ളയപ്പം ഉണ്ടാക്കുന്നത് പോലെ തന്നെ നല്ല തിന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. സ്റ്റൂലിക്കുള്ള കപ്പയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ അരച്ച് വെച്ചിട്ടുള്ള നാളികേരവും കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് നല്ല പോലെ കരിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അങ്ങനെ സ്റ്റൂ റെഡിയാക്കി എടുത്തു. ബാക്കിയുള്ള വെള്ളയപ്പം കൂടി ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ്. കാണുമ്പോൾ തന്നെ അറിയാലോ നല്ല എളുപ്പമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ തലേ ദിവസം മാവൊന്നും ഇല്ലെങ്കിൽ ടെൻഷൻ വേണ്ട. രാത്രി തന്നെ അരിയൊക്കെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ രാവിലെ അരച്ചിട്ട് ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ വെള്ളയപ്പവും കപ്പ് ഇസ്റ്റും കൂടിയിട്ട് കഴിക്കാൻ ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി കോമ്പിനേഷനാണ്. ഞാൻ സാധാരണ ഇഡ്ഡലിയും ദോശയൊക്കെയാണ് കപ്പ് ഇസ്റ്റ് കൂട്ടി കഴിച്ചിട്ടുള്ളത്. ഈ വെള്ളയപ്പവും കപ്പ് ഇസ്റ്റും തമ്മിലുള്ള കോമ്പിനേഷൻ ഉണ്ടല്ലോ, സൂപ്പറായിട്ടുണ്ട്, നല്ല സ്വാദാണ്. എല്ലാവരും ഈ കോമ്പിനേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ളൊരു നല്ല റെസിപ്പിയുടെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം.